അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും PK മിശ്രയെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും പുനർനിയമിച്ച കേന്ദ്ര സർക്കാർ ജൂൺ 10 മുതലാണ് നിയമനം. പ്രധാനമന്ത്രിയായി മോദി തുടരുന്നതുവരെയോ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെയോ ഇരുവരും തലസ്ഥാനത്ത് തുടരുമെന്നാണ് ഉത്തരവ്. ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കോടെയായിരിക്കും ഇരുവരുടെയും നിയമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരിലുള്ള വിശ്വാസമാണ് വീണ്ടും നിയമനം നൽകുന്നതിലേക്ക് നയിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂൺ 5-നായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്റെ കാലാവധി പൂർത്തിയാക്കിയത്. പദവിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നെങ്കിലും നരേന്ദ്രമോദി അദ്ദേഹത്തോട് തുടരാൻ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 10 വർഷമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ്. 20 വർഷമായി ചൈനയുമായുള്ള അതിർത്തി ചർച്ചകൾക്കുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി കൂടിയാണ്. മോദി ആദ്യം പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ 2014 മെയ് 30-നാണ് ഡോവലിനെ നിയമിച്ചത്. അതിനു മുൻപ് ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായും അജിത് ഡോവൽ പ്രവർത്തിച്ചിരുന്നു. രാജ്യത്തെ ഒട്ടേറെ സുപ്രധാന നീക്കങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് ഡോവൽ. 1988-ലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന്റെ ഭാഗമായി പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ പാക് ചാർ സംഘടനയായ ISIയുടെ ഏജന്റ് വേഷമിട്ടാണ് ഡോവൽ രഹസ്യങ്ങൾ ചോർത്തിയത്. ഖലിസ്ഥാൻ ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന ആയുധശേഖരങ്ങളെക്കുറിച്ചും മറ്റും ലഭിച്ച വിവരങ്ങളാണ് വിഘടനവാദികളുടെ കയ്യിൽ നിന്ന് സുവർണക്ഷേത്രം മോചിപ്പിക്കാൻ സഹായകമായത്. 1999-ലെ കാണ്ഡഹാർ രക്ഷാദൗത്യം, 2016-ൽ പാകിസ്ഥാന് നേർക്ക് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, 2019-ലെ ബാലക്കോട്ട് ആക്രമണം എന്നീ ദൗത്യങ്ങളിലും ഡോവൽ നിർണായക പങ്ക് വഹിച്ചു. അതേസമയം ജമ്മു കാശ്മീരിലെ സുരക്ഷാ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. 3 ദിവസത്തിനിടെ തുടർച്ചയായി 4 തവണ ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് അമിത്ഷായും അജിത് ഡോവലും ഉൾപ്പെടെയുള്ളവരുമായി മോദി ചർച്ച നടത്തിയത്. ഭീകരരെ നേരിടാൻ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ഇതിനിടെ ചൈനയും പാകിസ്ഥാനും സംയുക്ത പ്രസ്താവനയിൽ ജമ്മു കാശ്മീരിനെ പരാമർശിച്ചതിനെ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.